ഇവർ വിവാഹിതരായാൽ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ തിരിച്ചെത്തിയ ഭവാനിയും അഞ്ജനയും കൂടെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അജയ് കൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ അഞ്ജന പറയുന്നുണ്ട് ഭവാനിയുടെ അടുത്ത്. ആ സമയത്ത് ഒരു ബുദ്ധി പോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭവാനി. എന്തായാലും നീ തന്നെ മുത്തശ്ശിയുടെ അടുത്ത് ഈ കാര്യം പറയണം. ഒരു നാടകത്തിലൂടെ മാത്രമേ അവന് നമുക്ക് കൈകിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ. എന്തായാലും ഒന്നിൻ്റെ സ്വഭാവം അവൻ്റെത് എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു പെട്ടെന്നൊരു പിടിവള്ളി പോലെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് അഞ്ജന പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോള് പറഞ്ഞോ? അത് എനിക്ക് പറയാനുള്ളത് അജയ്യായിട്ട് എൻഗേജ്മെൻറ്റ് പെട്ടെന്ന് തന്നെ നടത്തണം. പെട്ടെന്നെന്ന് പറഞ്ഞാൽ നാളെ തന്നെ നടത്താനാണ് എൻ്റെ ഒരു ആഗ്രഹം. അല്ലെങ്കിൽ എനിക്ക് അവൻ കൈ വിട്ടു പോകുമെന്ന് എനിക്ക് ഭയങ്കര പേടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ നടത്താൻ വേണ്ടി എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് മുത്തശ്ശി തടസ്സം പറയരുത്, ഞാനല്ലെങ്കിൽ വീണ്ടും എനിക്ക് ഇവിടുന്ന് പോകേണ്ടി വരും. ഇത് കേട്ടതും പറയുക, ഒരിടവും പോണ്ട, വന്ന കോലം കണ്ടപ്പം തന്നെയാ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇനിയും ആ തിരിച്ചു പോക്കിൽ പോകുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. എന്തായാലും മോളുടെ തീരുമാനം അത് നടക്കും, ഞാൻ നടപ്പിലാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അജയുടെ അച്ഛനും അമ്മയുടെ അടുത്തും സത്യനാഥിൻ്റെ അടുത്തും എല്ലായിടത്തും കാര്യം പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അവനറിയാതെ തന്നെയാണ് എൻഗേജ്മെന്റ് ഫംഗ്ഷൻ നടത്താൻ വേണ്ടി തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ മുകളിൽ നിന്ന് അജയ് എത്തുമ്പോൾ ആരെയും കാണുന്നില്ല. എവിടെ പോയി എല്ലാവരും എന്ന് അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്ത് അമ്മ വരുന്നുണ്ട് അജയുടെ. എന്നിട്ട് പറയുക, മോനെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് മോന് വേണ്ടി ഒരു പൂജ നടത്താൻ ചെയ്തിരിക്കുക മുത്തശ്ശി. എന്തായാലും ആ സമയത്ത് നീ വന്നേ പറ്റുള്ളൂ. സന്ധ്യ നേരത്ത് നടയിൽ വന്ന് നിൽക്കണം. നടയിലെന്ന് വെച്ചാൽ നമ്മുടെ ഗേറ്റിന്റെ ആ നടയിലാ പറയുന്നത്. വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് വീട്ടിനകത്ത് ഞങ്ങളാ സ്വീകരിച്ച് കൊണ്ടുവരേണ്ടത്. അതൊരു ചടങ്ങ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും എന്തൊക്കെ ആചാരങ്ങളാ, ഇങ്ങനെയൊക്കെ വേണോ? പണ്ട് കാലത്തുള്ള ഒരു ആചാരങ്ങൾ ഇപ്പോഴും അനുഷ്ഠിച്ചു പോകുന്നുണ്ട്. വേറെ ജോലിയില്ലേ അമ്മയ്ക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. തടസ്സമൊന്നും പറയണ്ട, നിന്റെ നല്ലതിന് വേണ്ടി മുത്തശ്ശി ചെയ്യുന്നതാ. അതുകൊണ്ട് തടസ്സം പറയാതെ നീ വരണം. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, പൂജയ്ക്ക് വരുമ്പോഴത്തേക്കും പുതിയ ഡ്രസ്സായിരിക്കണം, നല്ലതുപോലെ ഒരുങ്ങിയാ വരേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് ആ ഡ്രസ്സ് വാങ്ങിച്ച് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞതല്ലേ, ഞാൻ എത്തിയിരിക്കും, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാ അജയ് പോകുന്നത്. എന്നാൽ ആ സമയത്ത് അജയുടെ അമ്മ ആലോചിക്കുകയാണ്, എന്തായിരിക്കും അവന് ഇഷ്ടമില്ലാത്ത സംഭവമാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്, ഇനി അറിയുമ്പോൾ എന്തായിരിക്കും എന്നുള്ള ഒരു മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അജയ് പോകുന്ന വഴിക്ക് ഭൂമിയെ കാണുന്നുണ്ട്. ഭൂമിയെ കണ്ടിട്ട് സംസാരിക്കുന്നുണ്ട്. ഭൂമിയുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് വഴി കിടക്കുക. അതുകൊണ്ട് തന്നെയാണ് പിണക്കം കാണിച്ച് നിൽക്കുമ്പോൾ നിൽക്കുന്ന അജയ് കണ്ട് വണ്ടി നിർത്തിയിട്ട് നോക്കുന്നില്ല. എന്നിട്ട് പറയുക, ഓരോ തമാശകളൊക്കെ പറയുന്നെങ്കിൽ ഒന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ നിൽക്കുക ഭൂമി. അതുകൊണ്ട് തന്നെ ഭൂമി എടുത്ത് ചോദിക്കുക, എൻ്റെ കൂടെ വരുന്നോ? ഞാനാണെങ്കിൽ നിന്റെ കടയിൽ ഞാൻ വിടാം. എന്നെ ആരും വിടയൊന്നും വേണ്ട. പിന്നെ എന്തോന്നാ മിണ്ടാ നിൽക്കുന്നത്? എനിക്കിപ്പോൾ മനസ്സിലായി. സ്റ്റേഷനിൽ വെച്ച് ഞാൻ വഴക്ക് പറഞ്ഞതൊന്നും നിനക്ക് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയല്ലേ എൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. എനിക്ക് ക്ഷമ തരണം നീ, സോറിടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഒരു മയത്തില് തിരിഞ്ഞ് അജയ് നോക്കുന്നുണ്ട് ചിരിയോടെ. എന്നിട്ട് പറയുക, ഞാൻ നിന്നെ കൊണ്ടുവിടാം, വണ്ടി ഇവിടെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അജയുടെ ബൈക്കില് ഭൂമി പോകുന്നുണ്ട്. എന്നാൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് എല്ലാവരും ആലോചിക്കുകയാണ്, എപ്പോഴും അടി കൂടുന്നവരാ ഇവർ രണ്ടുപേരും. ഇന്ന് ഭയങ്കര സന്തോഷത്തില് ഒരുമിച്ചാണല്ലോ പോകുന്നത്. എന്തായാലും നല്ല ചേർച്ചയുള്ള ജോഡികളാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും. അങ്ങനെ അജയ് ചോദിക്കുന്നുണ്ട്, എന്താ എനിക്ക് നിന്നെ കൊണ്ടുവിട്ടതിന് കൂലിയായിട്ട് തരുന്നേ?
അത് എന്താ പൈസ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് പൈസയൊന്നും വേണ്ട, എനിക്ക് ഒരു കോഫി മതി എന്ന് അങ്ങനെ കോഫി കൊണ്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് വേറെ പോലീസുകാരെല്ലാവരും വിചാരിക്കുന്നുണ്ട്, ഇന്ന് എന്തോ പറ്റി സാറിന് ഭയങ്കര സന്തോഷമാണല്ലോ. ഭൂമിയുടെ അടുത്തും അതുപോലെ തന്നെയാ, ഇവര് നല്ല ജോഡിയാ, ഇനി കല്യാണം കഴിച്ചെങ്കിൽ മതിയായിരുന്നു, എങ്കിൽ നമുക്കും ഒരു സന്തോഷം എന്നുള്ള കാര്യമാണ് എന്നൊക്കെ പരസ്പരം പറയുന്നുണ്ട്. അങ്ങനെ ഭൂമിയുടെ അടുത്ത് പറയുക, ഇന്ന് വീട്ടിലെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, ഒരു പൂജ, അതിന് ഭൂമി വരുന്നെങ്കിൽ ഞാൻ നിന്നെ ക്ഷണിക്കുന്നുണ്ട്, നീ ക്ഷണിച്ചില്ല എന്ന് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വരാൻ പറ്റുമെന്ന് അറിയത്തില്ല, പറ്റുമെങ്കിൽ ഞാൻ എത്തും, എന്തായാലും നല്ലതിന് വേണ്ടിയല്ലേ വീട്ടിലെ പൂജകൾ നടത്തുന്നത്, അതിന് പങ്കെടുക്കുക എന്നുള്ളൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. എനിക്ക് എത്താൻ പറ്റുമെങ്കിൽ ഞാൻ തീർച്ചയായും എത്തുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭൂമിയാണെങ്കിൽ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അജയ് ആണെങ്കിൽ വൈകുന്നേരം ആ സമയമായപ്പോഴത്തേക്കും വീട്ടിന്റെ മുറ്റത്ത് വന്ന് നിൽപ്പുണ്ട്. അങ്ങനെ അച്ഛനും അമ്മയും അനിയത്തിയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് വീടിന്റെ വാതിൽക്കൽ എത്തിയപ്പോഴത്തേക്കും അന്തം വിട്ട് നിൽക്കുന്നുണ്ട് അജയ്. നല്ല രീതിയിലുള്ള എന്തോ ഒരു വലിയ പൂജയാണല്ലോ എന്ന് മനസ്സിലാക്കി അകത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു തയ്യാറാക്കിയിട്ടിരിക്കുന്ന ചെയറിൽ ഇരുത്തുന്നുണ്ട്. ആ സമയത്ത് മുകളിൽ നിന്ന് അഞ്ജനയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അഞ്ജനയെ വിളിക്കുന്നത് കണ്ട് ഞെട്ടലോടെ മനസ്സിലാവുന്നുണ്ട്, ഇതൊരു എൻഗേജ്മെന്റിന്റെ ഫംഗ്ഷന്റെ ഒരു തയ്യാറെടുപ്പാ ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇതെന്ത് ചെയ്യാനാ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് മനസ്സില്ലാ മനസ്സോടെ മുത്തശ്ശി എന്ത് പറയുമെന്ന് അറിയാതെ അജയ് ഇങ്ങനെ ഇരിപ്പുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അജയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് അഞ്ജന. കണ്ടതും ഭവാനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്തായാലും ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു കഴിഞ്ഞു, ജയിച്ചു എന്നൊക്കെയുള്ള ഒരു മനോഭാവത്തിൽ നിൽക്കുവാണ് ഭവാനി. അങ്ങനെ അജയ് എല്ലാവരെയും മാറി മാറി നോക്കിയപ്പോഴത്തേക്കും സന്തോഷം കൊണ്ട് എല്ലാവരും ഇരിക്കുക. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാനാണ് വലുതെന്ന് എന്ന ഭാവത്തോടിരിക്കുന്ന അഞ്ജനെ കണ്ടിട്ട് ഒരു വല്ലാത്ത ഒരു വിഷമവും, അതുപോലെ തന്നെ ഞാൻ ഇത്രത്തോളം ഈ കുട്ടിയെ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല, പക്ഷേ എല്ലാവരും എൻഗേജ്മെന്റിന് വേണ്ടി കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് ശരിയുള്ള കാര്യമല്ല എന്നൊക്കെ സ്വന്തമായിട്ട് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ നിമിഷം തന്നെയാണ് പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എനിക്കിതിന് താല്പര്യമില്ല മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഭൂമി വരുന്നത് കണ്ട് എല്ലാവരും ഞെട്ടലോടെ നോക്കി നിൽക്കുന്നുണ്ട്. അത്രയ്ക്ക് നല്ല സുന്ദരിയായിട്ടാ വരുന്നത്. ഇത് കണ്ടിട്ട് ഭവാനിക്ക് അസൂയ തോന്നി പറയുക, എവളാണോ കല്യാണ പെണ്ണ്, എവളെന്തിനാ ഇത്രയും ഒരുങ്ങി ചമഞ്ഞ് ഇങ്ങോട്ടെത്തിയത്, എന്തായാലും എന്തോ ഒരു ഉദ്ദേശം ഇവളുടെ മനസ്സിൽ കാണും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അഞ്ജന പറയുക, ഇവൾ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചത്, മുത്തശ്ശി ക്ഷണിച്ചെന്ന് എനിക്ക് തോന്നില്ല, പക്ഷേ ഇത് അജയ് ആയിരിക്കും വിളിച്ചത്, അല്ലാതെ അവൾ ഇവിടെ വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് പേടിയാവോ അമ്മേ എന്ന് അഞ്ജന പറയുന്നുണ്ട് ഭവാനിയുടെ അടുത്ത്. ആ സമയത്ത് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായിരിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് പറയാൻ വിട്ടുപോയി മോളെ, എന്നാലും അജയ് പറഞ്ഞെങ്കിലും ഇവിടെ തക്കതായ സമയത്ത് എത്തിയല്ലോ, അത് നല്ല കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നല്ല സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് ഭൂമിയെ നോക്കുന്നുണ്ട് അജയ്. ഇത് കണ്ടിട്ട് ഭയങ്കര ദേഷ്യത്തോടെ അഞ്ജന നോക്കുക ഭൂമിയെ. ആ സമയത്ത് പറയുക, എന്തായാലും നല്ല സമയത്താ ഞാനിവിടെ എത്തിയത്, എന്ത് പൂജയാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പൂജയല്ല മോളെ, ഇന്ന് ഇവന്റെ എൻഗേജ്മെന്റോ. ആ സമയത്ത് ഞെട്ടി നിൽക്കുന്നുണ്ട് ഭൂമി. എന്താ എൻഗേജ്മെന്റോ, ഇത് ആരും അറിയിച്ചില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ ഇത് കേട്ട ഉടനെ തന്നെ ഭൂമിക്ക് ഭയങ്കര സങ്കടമാവുകയാണ് അജയുടെ എൻഗേജ്മെന്റ് എന്ന് കേട്ടതും. അതുപോലെ തന്നെയാണ് മുത്തശ്ശിക്കും. എന്തായാലും അവൻ എന്താ എഴുന്നേറ്റ് നിൽക്കുന്നേ, പറഞ്ഞതുപോലെ കേൾക്കുന്നില്ല. എന്തായാലും ഞാൻ തീരുമാനം എടുത്തതാ അജയ്, എന്തായാലും അവളുടെ കയ്യിൽ മോതിരം അണിഞ്ഞേ നീ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. ഇത് കേട്ടതും വിഷമത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഭൂമി, എന്ത് പറയണമെന്നറിയാതെ. പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട്. തൻ്റെ കാമുകിയായ നയനയെ ഞാൻ ഒരു തവണ പള്ളിയിൽ വെച്ച് എൻഗേജ്മെന്റ് മോതിരം അണിയിച്ച ആ ഒരു നിമിഷത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട്
എല്ലാവരും എൻഗേജ്മെന്റ് ആണ് അജയുടെ എന്ന് പറഞ്ഞത് കേട്ടതും ഉടനെ തന്നെ ഭയങ്കര ഒരു വിഷമത്തില് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ബേക്കിൽ നിന്ന് അജയും പോകുന്നുണ്ട്. എന്നാൽ എല്ലാവരും ഞെട്ടലോടെ നോക്കി നിൽക്കുന്നുണ്ട്. എന്തിനാ അവളെ പുറകിൽ നിന്ന് ഇവൻ ഓടുന്നത് എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും.